ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇത് സഹായം തേടലാണോ പ്രാർത്ഥനയാണോ എന്ന് ഏത് നിർവചനമനുസരിച്ചാണ് ഇതിനെ വേർതിരിക്കാൻ കഴിയുന്നത്? ഇങ്ങനെ ഒരു സമ്പ്രദായം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചോ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമുണ്ട്, ഈസാ നബി അലൈഹിസ്സലാമുണ്ട്, ദാവൂദ് നബിയും സുലൈമാൻ നബിയും സക്കരിയ നബിയും അലൈഹിസ്സലാം, ഇങ്ങനെയുള്ള അല്ലാഹുവിന്റെ ദൂതന്മാരുണ്ട്. ഈ ഏതെങ്കിലും ദൂതന്മാരെ മുൻനിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയോ? ഞാൻ അവസാനം കേൾപ്പിച്ച വരി ആവർത്തിച്ച് നിങ്ങളെ കേൾപ്പിച്ചു. ഇവിടെ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന റസൂലേ, അങ്ങ് നേരിട്ട് വന്ന് ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു മജ്ലിസ് ഉണ്ടാക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് മുതൽ ഈ സമുദായത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തുണ്ടായി, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തുണ്ടായി, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അതൊന്നുകൂടി വലുതായി, അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അത് ഒന്നുകൂടി വലുതായി. ഇങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ പണ്ഡിതന്മാര് പ്രാർത്ഥിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് വന്ന് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമേ എന്ന് സ്വഹാബത്ത് പ്രാർത്ഥിച്ചോ? സഹോദരന്മാരെ, ഒരു രേഖയെങ്കിലും എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? അതല്ലേ സുന്നികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിൽ ഏറ്റവും പിഴച്ചതായി മുജാഹിദുകൾ ചൂണ്ടിക്കാണിച്ചത്? അതല്ലേ ഏറ്റവും വലിയ അബദ്ധമായി മുജാഹിദുകൾ ചൂണ്ടിക്കാണിച്ചത്? ആരാണ് സുന്നികളെന്ന് ചർച്ച ചെയ്യുമ്പോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം അത് സുന്നത്ത് ജമാഅത്തിന്റേതാണ് എന്ന് തെളിയിക്കാൻ ആരെങ്കിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നുവെങ്കിൽ ജിന്നിന്റെ ഏതെങ്കിലും മടവൂരികളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ക്ലിപ്പുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗം മുജാഹിദുകളെ പരിഹസിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ആക്ഷേപിക്കേണ്ടത്. ആണത്തത്തോടുകൂടി തെളിയിക്കാൻ കഴിയണം ആരാണ് സുന്നികൾ. മുജാഹിദുകൾ പറയുന്നു അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശം അത് അംഗീകരിക്കുന്നവർ മുജാഹിദുകളാണ്. എന്താ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രയാസങ്ങളുണ്ടായ ഒരു സന്ദർഭത്തിലും ഇനി പ്രാർത്ഥന എന്ന് പറഞ്ഞാലും സഹായം തേടൽ എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇന്ന് നടത്തുന്നത് പോലെ, ഈ പണ്ഡിതന്മാർ നടത്തിയതുപോലെ സാധാരണക്കാരായ ആളുകൾ ബദരീകളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നൊക്കെ പറയുന്നത് പോലെ ഏർവാടിയിലും നാഗൂരിലും അജ്മീറിലും പോയി പ്രാർത്ഥിക്കുന്നത് പോലെ, സഹായം തേടുന്നത് പോലെ ആഗ്രഹ പൂർത്തീകരണത്തിനു വേണ്ടി മരിച്ചുപോയ മഹാന്മാരോട് പറയുന്ന ഒരു സമ്പ്രദായം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അതാണ് സുന്നി, അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അഹ്ലുസുന്ന വൽ ജമാഅയെ പറ്റിയാണ് സുന്നി എന്ന് പറയുന്നതെങ്കിൽ അതാണ് സുന്നത്ത് ജമാഅത്ത്. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത് സഹാബികളുടെ മാതൃക സ്വീകരിക്കുന്നവരെ പറ്റിയാണെങ്കിൽ മുജാഹിദുകളാണ് അഹ്ലുസുന്ന വൽ ജമാഅ. കാരണം അവർ സഹാബത്ത് അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ നമ്മുടെ മുസ്ലിംമാര് ചോദിക്കുന്നതോ മഹാന്മാരോട് തേടുന്നതിന് എന്താണ് കുഴപ്പം എന്നാ മുസ്ലിംമാര് ചോദിക്കുന്നത്. നോക്കൂ നിങ്ങൾ, മഹാത്മാക്കളുടെ വിശുദ്ധാത്മാക്കളുടെ പ്രത്യേകത, വിശുദ്ധാത്മാക്കളുടെ മഹത്വമാണ്. അങ്ങനെ അവർക്ക് അറിയാനും കാണാനും കേൾക്കാനും സാധിക്കുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്തേ നമുക്ക് അവരോട് ചോദിക്കുന്നതിനും പറയുന്നതിനും സംവദിക്കുന്നതിനും എന്താ പ്രശ്നം? നമ്മൾ മഹാത്മാക്കളെ കാര്യം ചിന്തിക്കട്ടെ. നമ്മൾ മഹാത്മാക്കൾക്ക് തെറ്റിദ്ധരിച്ചുകൊണ്ടാണോ നമുക്ക് ഈ സംശയം വന്നത്? ജീവിച്ചു നിൽക്കുന്ന മഹാനോട് നമുക്ക് നമ്മുടെ പ്രശ്നം പറയാൻ, ദുആ ചെയ്യിപ്പിക്കാൻ, സഹായം തരാമെങ്കിൽ ഈ മരണാനന്തരം സജീവമായി നിലകൊള്ളുന്ന ആത്മീയമായ ചൈതന്യം തുടിച്ചു നിൽക്കുന്ന മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതിൽ എന്താണ് അപാകത, എന്താണ് അശാസ്ത്രീയം? അതും ശിർക്കും തമ്മിൽ എന്താ ബന്ധം? അതും ശിർക്കും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് മുസ്ലിയാർ ചോദിച്ചത്. ഞാൻ വിശദീകരിച്ചല്ലോ, അല്ലാഹുവിനോടാണ് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന്. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗമെന്ന്, അതാണ് സഹാബത്തിന്റെ മാർഗമെന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും തെളിവുകളും അതേപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഉദ്ധരണികളും വായിച്ചുകൊണ്ട് നാം വിശദീകരിച്ചു. ഇനിയുള്ള ഒരു ന്യായം എന്താണ് ഇവിടെ ഉദ്ധരിച്ചത്? നമ്മൾ പറയുന്നത് കാണാനും കേൾക്കാനും ഒക്കെ അവർക്ക് കഴിയുമെങ്കിൽ എന്നാ. അവരൊക്കെ മഹാന്മാരല്ലേ, കാണില്ല കേൾക്കില്ല എന്നതും ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നാം തെളിയിച്ചു. ഇനി നോക്കൂ, വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച എത്രയെത്ര സംഭവങ്ങൾ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതേപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത്, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് മറഞ്ഞ കാര്യങ്ങളെല്ലാം കാണുവാനും അറിയുവാനും കേൾക്കുവാനുമുള്ള കഴിവ് മഹാന്മാർക്കില്ല എന്ന് ഈ സമൂഹത്തിന് പഠിപ്പിക്കുന്ന എത്രയെത്ര ഉദാഹരണങ്ങളാ ഖുർആൻ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ കുറച്ച് ആളുകൾ വന്നു. ഇബ്രാഹിം നബി ഉടൻ തന്നെ ഒരു മൂരി കിട്ടി അടുത്ത് പാകം ചെയ്ത് കൊണ്ടുപോയി കൊടുത്തു. വന്ന അതിഥികളുടെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. അവര് തിന്നാൻ തയ്യാറാവുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പേടിച്ചു. അപ്പോഴാ വന്നവർ പറഞ്ഞത്, ഞങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകളാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകളാണ്, ഞങ്ങൾ ലൂത്ത് നബിയെ എതിർത്ത സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്, കൂട്ടത്തിൽ നിങ്ങളുടെ ഭാര്യ പ്രസവിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹാനല്ലേ? അല്ലേ? ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഈ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കമ്പിൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വീട്ടിന്റെ ഉള്ളിൽ വെച്ച് ഒരാൾ ഇബ്രാഹിം നബിയെ എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഇബ്രാഹിം നബി കേൾക്കും, ഇബ്രാഹിം നബി അറിയും, ഇബ്രാഹിം നബി സഹായിക്കും എന്ന വിശ്വാസമല്ലേ മുസ്ലിയാര് പഠിപ്പിച്ചത്? എന്നാൽ സ്വന്തം വീട്ടിൽ വന്ന ആളുകൾ ആരാണ് എന്ന് ഇബ്രാഹിം നബിക്ക് മനസ്സിലായോ? സ്വന്തം വീട്ടിൽ വന്നത് ആര് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മനസ്സിലായോ? ഈ കമ്പിൽ പ്രദേശത്തെ ഒരു പീഡിക മുറിയിലിരുന്ന് യാക്കൂബ് നബിയെ, എന്റെ കച്ചവടം ഇതാ നഷ്ടത്തിലേക്ക് പോകുന്നു, അങ്ങനെ സഹായിക്കണമേ എന്ന് വിളിച്ചു നേടിയാൽ യാക്കൂബ് നബി കേൾക്കും, യാക്കൂബ് നബി അറിയും, യാക്കൂബ് നബി സഹായിക്കും. കാരണം അദ്ദേഹം മഹാനാണ് എന്നാണ് മുസ്ലിയാർ പറഞ്ഞത്. എന്നാ ഖുർആൻ പറഞ്ഞതോ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിലിട്ട മക്കൾ പകരമായി ചോര പുരണ്ട കുപ്പായം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. യാക്കൂബ് നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? മക്കളെ, നിങ്ങൾ വിചാരിച്ച ആളല്ല ഞാൻ മഹാനാണ്, ഞാൻ അള്ളാന്റെ ഇഷ്ടദാസനാണ്, എനിക്ക് മറിഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയും. യൂസുഫ് കിണറ്റിലാണുള്ളതെന്ന് എനിക്കറിയാം, ഞാൻ അവനെ എടുത്തിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം എന്നാണോ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്? അറിഞ്ഞോ? മഹാനല്ലേ? അറിഞ്ഞോ? അസ്ഹാബുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചകളിലും പാരായണം ചെയ്യാറുണ്ട്. ഒരു വലിയനോട് മറ്റുള്ള ആളുകൾ പറയാ, മറ്റുള്ള വലിയകൾ പറയാ, നീ പോയിട്ട് അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങി വരണം. ഇയാളെന്താ പറഞ്ഞത്? അതെന്തിനാ നിങ്ങൾ എന്നെ പറ്റിക്കണത്? നിങ്ങളെ മാതിരി തന്നെയുള്ള വലിയല്ലേ ഞാനും ഒരു ഇഷ്ടദാസനല്ലേ, ഞാനും ഒരു മഹാനല്ലേ, മറിഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാനും കാണാനും കേൾക്കാനൊക്കെ ഉള്ള കഴിവ് എനിക്കുമില്ലേ? ഇവിടെ രാജാവ് മാറി, ഭരണം മാറി, നാട്ടുകാര് മാറി, നാണയം മാറി, അതുകൊണ്ട് ഇതും കൊണ്ട് പോയാൽ ശരിയാവില്ല, നമുക്ക് പുതിയതായിട്ട് നാണയം ഏതെങ്കിലും സംഘടിപ്പിച്ച് വാങ്ങാം എന്നാണോ വലിയ പറഞ്ഞത്? പോയി. ചരിത്രം നമുക്കറിയാവുന്നതല്ലേ? മഹാനായതുകൊണ്ട് അറിഞ്ഞോ? മഹാനായതുകൊണ്ട് മനസ്സിലാക്കിയോ? മനസ്സിലാക്കിയില്ല. അപ്പൊ മഹാന്മാര് നമ്മൾ പറയുന്നതൊക്കെ കാണാനും നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാനും അറിയാനും കഴിയും എന്നിവര് പറയാൻ തുടങ്ങി. അങ്ങനെ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് പറയാൻ തുടങ്ങി. അത് കേട്ടപ്പോ ഈ സമുദായം എന്ത് ചെയ്തു എന്നറിയോ? ഇവിടെ മുമ്പ് പ്രദർശിപ്പിച്ചതാണ്. അതിന് പറഞ്ഞ മറുപടി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഓർമ്മിക്കാൻ വേണ്ടി ഒന്നുകൂടി നിങ്ങൾ നോക്കൂ സ്ക്രീനിൽ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന സമുദായം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന സമുദായം, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പ്രഖ്യാപിക്കുന്ന സമുദായം, അവരാണ് ഒരു മരത്തിന്റെ അരികിലേക്ക് പോകുന്നത്. ഏതെങ്കിലും ഖബറിന്റെ അരികിലേക്കല്ല പ്രിയപ്പെട്ടവരെ, ഒരു മരത്തിനരികിലേക്കാണ് ചെല്ലുന്നത്. ആ മരത്തിന് തൊട്ടിൽ കെട്ടുകയാണ് സന്താന സൗഭാഗ്യമുണ്ടാകാൻ. അവിടത്തേക്ക് ഈത്തപ്പഴം നേർച്ചയാക്കുകയാണ്. അവിടെ തൊട്ടിൽ കെട്ടിയാൽ അവിടത്തേക്ക് ഈത്തപ്പഴം നേർച്ചയാക്കിയാൽ സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്ന് ഈ സമുദായം വിശ്വസിക്കുന്നു. ആരാതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും സാധാരണക്കാരനല്ല. ആ പള്ളിയിൽ, ആ നാട്ടിലെ പള്ളിയിലെ ഖതീബാണ്, ആ നാട്ടിലെ പള്ളിയിലെ ഇമാമാണ്, അഥവാ അദ്ദേഹമാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകി ഈ സമുദായത്തോട് പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
അദ്ദേഹമാണ് ഈ സമുദായത്തെ പഠിപ്പിച്ചത്. നിസ്കാരത്തിന് ശേഷം നിങ്ങൾ പറയണം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു പണ്ഡിതനാണ് നേതൃത്വം നൽകുന്നത്. ആ പണ്ഡിതൻ നേതൃത്വം നൽകുമ്പോ ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾ അവരതാ ആ മരത്തിനരികിലേക്ക് ചെല്ലുകയാണ്, ആ മരത്തിന് നേർച്ചയാക്കുകയാണ്, അവിടത്തേക്ക് ഈത്തപ്പഴം നേർച്ചയാക്കുകയാണ്, അവിടെ തുണിയിട്ട് മൂടുകയാണ്, അവിടെ തൊട്ടിൽ കെട്ടുകയാണ്. ഈ മരത്തിന് സ്വതന്ത്ര കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടല്ല. ഈ നോക്കൂ, ഇതാ പാലക്കാട് മലപ്പുറം ജില്ലയിലെ നാട്ടുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പള്ളിയിൽ ഉയർന്നു വന്ന ഒരു കല്ല് ഏതോ മഹാന്റെ കബറിന്റെ മുകളിൽ ഉയർന്നു വന്നതാണത്രേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്ലിനരികിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി മുസ്ലിം സമൂഹം കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചന്ദനത്തിരി കത്തിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു, അത് തൊട്ടുമുട്ടുന്നു, ആ കല്ലിനെ ചുംബിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ അതിലെ പോകുന്ന വാഹനങ്ങൾ നിർത്തി അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ നേർച്ചപ്പെട്ടിയിലേക്ക് കാശറിയുന്നു. ആ കല്ല് വളർന്നു വലുതായിക്കൊണ്ടിരുന്നപ്പോ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അതിലെ പോയപ്പോഴാണത്രേ ആളുകൾ പരാതി പറഞ്ഞ് അദ്ദേഹം ആ കല്ലിലടിച്ചപ്പോ അതിൽ നിന്ന് ഒരു കഷണം പൊട്ടി റോഡിൽ വീണു. അതിൽ നിന്ന് ഒരു കഷണം പൊട്ടി റോഡിൽ വീണു. ചവിട്ടരുത് എന്നെഴുതി ഇപ്പോഴും അത് റോഡിൽ തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആരാ ഇത് വിശ്വസിക്കുന്നത്? ആരാ അവിടേക്ക് പോകുന്നത്? ആരാണ് അവിടെ പോയി പ്രാർത്ഥന നടത്തുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവരാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നവരാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ച തമ്പുരാനെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നുവെന്ന്, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നുവെന്ന് റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് ഒരു ദിവസത്തിൽ നിർബന്ധമായി 17 തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമുദായമല്ലേ സഹോദരന്മാരെ അവിടെ പോകുന്നത്? അവരല്ലേ അവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? അവരല്ലേ ജാറങ്ങളിലേക്ക് പോകുന്നത്? അവരല്ലേ മഹാന്മാരെ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നത്? പലരും പറയുന്നുണ്ടാകാം, പലരുടെയും മനസ്സ് പറയുന്നുണ്ടാകാം, ഇതിനെയൊന്നും ഞങ്ങളുടെ പണ്ഡിതന്മാരെ അംഗീകരിക്കുന്നില്ല. അതൊക്കെ ഏതോ മുസ്ലിംമാര് ചെയ്യുന്നതാണ്, നമ്മൾ അതിനൊന്നും അംഗീകരിക്കൂല. ആണോ? അല്ല, പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളാണ് ഇത് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഫൈസി പറയുന്ന ന്യായം കേട്ടു നോക്കൂ നിങ്ങൾ. ഇത് ഗൗരവമുള്ള കേസല്ലേ? ഒരു മരത്തിനോട് നമ്മൾ സഹായം ചോദിച്ചു, മരം നമ്മൾ സഹായിക്കുക എന്നല്ലാതെ അവിടെ ശിർക്ക് വരാം. മരത്തിൽ എന്തെങ്കിലും പ്രത്യേക സിദ്ധി, അല്ലാഹുവിനെ ആശ്രയിക്കാത്ത ഒരു ഗുണം, സ്വതന്ത്രമായ ശേഷി മരത്തിനുണ്ടെന്ന് വിശ്വസിക്കാതെ മരത്തോട് സഹായം ചോദിച്ചാൽ ഒരു വെറും പണിയെ പീരാന്തമാരെ പറയുന്നതല്ലാതെ ഇതെങ്ങനെ ശിർക്കുമായി കണക്കുന്നത്? എന്താ ചോദിക്കുന്നത്? ഇവിടെ ചോദിച്ചത് ഒരു മരത്തോട് സഹായം തേടിയാൽ അതിലെങ്ങനെ ശിർക്ക് വരും? അതിലെങ്ങനെയാ ശിർക്ക് വരുന്നത്? അതൊരു വെറും പണിയല്ലേ എന്ന. എങ്ങനെയാ ശിർക്ക് വരുന്നത്? മുജാഹിദുകൾ പഠിപ്പിച്ചതാണോ ശിർക്ക് വരുമെന്ന്? അല്ല, അള്ളാഹുവിന്റെ റസൂലാ പഠിപ്പിക്കുന്നത്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഖറജ ഇലാ ഹുനൈൻ, അള്ളാഹുവിന്റെ റസൂൽ ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോ മർറബി സജറത്തിൽ മുശ്രിക്കീന യുഖാലു ലഹാ ദാതു അൻവാത്, മുശ്രിക്കുകളുടെ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പേര് ദാതു അൻവാത് എന്നാണ്. യുഅല്ലിഖൂന അലൈഹാ അസ്ലിഹതഹും, ആ മരത്തിൽ അവരെ അവരുടെ ആയുധങ്ങൾ തൂക്കിയിടും. അങ്ങനെയുള്ള മുശ്രിക്കുകളുടെ ഒരു മരത്തിനരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളും പോയപ്പോ പുതിയതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബികൾ ഉണ്ടായിരുന്നു. അവരെ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത അൻവാതിൻ കമാ ലഹും ദാതു അൻവാത്. അല്ലാഹുവിന്റെ റസൂലേ, അവർക്ക് ദാതു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാതു അൻവാത്ത് ഉണ്ടാക്കി തരണം. അവർക്ക് വാള് തൂക്കിയിടാൻ ഒരു മരമുണ്ടല്ലോ, അതുപോലെ ഒരു മരം ഞങ്ങൾക്കും ഉണ്ടാക്കി തരണമെന്നാണ്. ഫൈസി പറഞ്ഞതാണ് ന്യായമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറയേണ്ടത്? ഈ മരത്തിന് സ്വതന്ത്ര കഴിവുണ്ടെന്ന് വിശ്വസിക്കാതെ, സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കാതെ, പ്രത്യേക സിദ്ധിയുണ്ടെന്ന് വിശ്വസിക്കാതെ നിങ്ങൾ വാള് തൂക്കിയിട്ടോ എന്നല്ലേ? എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്. ഹാദാ
കമാ ഖാല ഖൗമു മൂസ. ഇത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ പറഞ്ഞതിന് തുല്യമാണ്. എന്താ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ പറഞ്ഞത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്ക് ഇലാഹികൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ ഉണ്ടാക്കി തരണമെന്ന് ആ സമൂഹം പറഞ്ഞതിന് തുല്യമാണിത്. അപ്പൊ അവര് ഇലാഹികളെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഈ മരത്തിന് വാള് നോക്കിയിടാൻ നിങ്ങൾ പറഞ്ഞാൽ അത് ഇലാഹാക്കലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. സ്വയം കഴിവോ പ്രത്യേക സിദ്ധിയോ സ്വന്തം കഴിവോ ഒന്നും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. എങ്ങനെയാ ശിർക്ക് വരുന്നത് എന്ന് ഫൈസി ചോദിക്കുന്നു. മുജാഹിദികൾ പറയുന്നു ഇങ്ങനെയാണ് ശിർക്ക് വരുന്നത്. സുന്നത്ത് ജമാഅത്താകണമെങ്കിൽ ഏത് വേണം? സുന്നികൾ എന്ന പേര് അറിയപ്പെടുന്നവർ ഇന്ന് സുന്നത്ത് ജമാഅത്തല്ല. യഥാർത്ഥ സുന്നികൾ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകളാകണമെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കമുള്ള മഹാന്മാര് പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. മരത്തിൽ വാള് നോക്കിയിട്ടാ കുഴപ്പമില്ല എന്ന് പറയൽ സുന്നത്ത് ജമാഅത്തല്ല. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ് എന്ന് പറയലാണ് സുന്നത്ത് ജമാഅത്ത്. ഇനി ഇത് പറയുമ്പോ ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിക്കും അത് മുജാഹിദീങ്ങൾ വെറുതെ ഉണ്ടാക്കിയ ഒരു മരാണ്, അതങ്ങനെ ഉള്ളതൊന്നുമല്ല, കെട്ടിപ്പടുത്തതാണ് എന്നാണ്. ആർക്കും പോകാം. പാലക്കാട് ജില്ലയിലെ പുത്തരിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ആ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഒരു പള്ളിയുടെ ഖബർസ്ഥാനിലാണ് ഈ മരമുള്ളത്. അവിടെ ഖബറില്ല, ഖബറ് മറ്റേതോ ഭാഗത്താണ്, അവിടെ ഖബറില്ല എന്ന് അത് പരിപാലിക്കുന്ന മുസ്ലിയാർ തന്നെ പറയുന്നത് അദ്ദേഹവുമായുള്ള ഇന്റർവ്യൂവിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ ഈ പുത്തിരിപ്പാടം പള്ളിയിലെ ഇമാമാണ്, ഖത്തീബ്. ഞാൻ ഇവിടെ വന്നിട്ട് 15 വർഷമായി. പിന്നെ ഈ പള്ളിയുടെ പഴക്കം ആർക്കും അറിയില്ല. ഇവിടുത്തെ സാധാരണ കുറേ പഴക്കം ചെന്ന ആളുകൾക്ക് അവരുടെ അവരുടെ പിതാക്കന്മാരിൽ നിന്നും അവർക്ക് ഇതിൻ്റെ പഴക്കം അറിയാൻ സാധ്യമല്ലാത്തതായ ഒരു അനുഭവമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം തന്നെ ഖബറുകൾ നിറയെ ഖബറുകളാണ്. അത് ഖബറായിട്ട് ഇവിടെ നിജപ്പെട്ടതായിട്ട് കാണില്ല. ഇനി പടിഞ്ഞാറ് ഭാഗത്തൊരു ഖബറുണ്ട്, അത് ഖബറായിട്ട് ഇവിടെ നിജപ്പെട്ടതായിട്ട് കാണില്ല. ഇനി പടിഞ്ഞാറ് ഭാഗത്തൊരു ഖബറുണ്ട്, അത് ഖബറായിട്ട് ഇവിടെ നിജപ്പെട്ടതായിട്ട് കാണില്ല. ഇനി പടിഞ്ഞാറ് ഭാഗത്തൊരു ഖബറുണ്ട്, 2 മീസാങ്കല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ പള്ളീൻ്റെ തൊട്ട് ചേരായിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ഖബർ കാണാം. പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് മാനസിക രോഗി, അതായത് പൈശാചികമായിട്ട് പിടിപെട്ട ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ വള്ളിയിൽ പിടിച്ച് അല്പനേരം നിർത്തും. കുട്ടികളില്ലാത്ത ആളുകൾക്ക് അവരോടെ വന്ന് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകും. ഈ തൊട്ടി പോലത്തെ കെട്ടിയത് ഇതെല്ലാം ഓരോരുത്തർ കുട്ടികളുണ്ടാകാൻ വേണ്ടി ദ്വാ ചെയ്തിട്ട് അതുപോലെ തന്നെ ആ തൊട്ടി കെട്ടി പോകണം. തൊട്ടി കെട്ടാതെ പോകുന്ന ആളുകളുണ്ട്. കെട്ടിയാലാണ് കൂടുതൽ നല്ലത്. പിന്നെയോ മാനസിക രോഗികളെ മരം പിടിച്ച് നിന്നാൽ തന്നെ ശരിയാവുന്ന. നോക്കൂ സഹോദരന്മാരെ, ഇത് മുജാഹിദികൾ ഉണ്ടാക്കിയതാണോ? മുജാഹിദികൾ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നവർ ഈ സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ധൈര്യപൂർവ്വം പറയട്ടെ, ഇത് മുജാഹിദികൾ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയട്ടെ. ആ ഇമാമിനെ കൊണ്ട് അവിടെ അങ്ങനെ ഒരു മരമില്ല, അവിടെ അങ്ങനെ ഒരു പള്ളിയില്ല എന്ന് തെളിയിക്കട്ടെ. എന്നിട്ട് ഈ ആളുകളോട് പറയട്ടെ ഇത് മുജാഹിദികൾ ഉണ്ടാക്കിയതാണ്, കൃത്രിമമാണ് എന്ന്. ഇത് കേട്ട ആളുകൾക്കറിയാം പാലക്കാട് ജില്ലയിലാണ്, പുത്തരിപ്പാടത്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാ മുജാഹിദികൾ എതിർക്കുന്നത്. ഇതൊക്കെ എതിർക്കുമ്പോ മുജാഹിദികളെ കുറിച്ച് പറയുന്നതോ മുജാഹിദികൾക്ക് മഹാന്മാരോട് സ്നേഹമില്ല, മുജാഹിദികൾക്ക് മഹാന്മാരോട് ബഹുമാനമില്ല. അതാ മുജാഹിദികൾക്ക് സംഭവിച്ച അബദ്ധമെന്നാണ്. എന്നാൽ മഹാന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം. മുജാഹിദികൾ മഹാന്മാരെ ആദരിക്കുന്നതിനെതിരല്ല. മഹാന്മാരെ മാത്രമല്ല, അള്ളാഹു അനുവദിക്കാൻ പറഞ്ഞ സമയമുണ്ട്, അള്ളാഹു അനുവദിക്കാൻ പറഞ്ഞ ദിവസമുണ്ട്, അള്ളാഹു അനുവദിക്കാൻ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, അള്ളാഹു ആദരിക്കാൻ പറഞ്ഞ വസ്തുക്കളുണ്ട്. അതിനെയൊക്കെ ആദരിക്കണം. അതിനൊന്നും മുജാഹിദികളെതിരല്ല. പക്ഷേ ആദരിക്കേണ്ടത് പോലെ ആദരിക്കണം. അതുകൂടി മനസ്സിലാക്കണം. നമ്മൾ മഹാന്മാരെ ആദരിക്കണം, ദിവസങ്ങളെ ആദരിക്കണം, സമയത്തെ ആദരിക്കണം, സ്ഥലത്തെ ആദരിക്കണം, വസ്തുക്കളെ ആദരിക്കണം. അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെയൊക്കെ ആദരിക്കണം. എങ്ങനെ ആദരിക്കണം? നമ്മൾ ഉണ്ടാക്കലാണോ ആദരിക്കുന്നതിന്റെ രൂപം? അല്ല, അള്ളാഹു പറഞ്ഞതുപോലെ ആദരിക്കണം. ഒരു ഉദാഹരണം പറയാം. കഅബാലയത്തിൽ ഹജറുൽ അസ്വദ് ഉണ്ട്. ആ കഅബാലയത്തിൽ ഇന്ന് നിലകൊള്ളുന്ന കല്ലുകൾ മുഴുവൻ
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള കല്ലാണ് എന്നതിന് ചരിത്രം ഉറപ്പു നൽകുന്നില്ല. എന്നാൽ മഖാമ് ഇബ്രാഹിമിലുള്ള കല്ല് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള കല്ലാണ്, ഉറപ്പാണ് അക്കാര്യം. ഇബ്രാഹിം നബി കയറി നിന്ന കല്ലാണ്. എന്നാൽ ഒരാൾ കഅബ തവാഫ് ചെയ്യുന്നതിന്റെ കൂടെ അയാൾ വിചാരിക്കാൻ എന്തായാലും കഅബ തവാഫ് ചെയ്തല്ലോ, ഇനി മഖാമ് ഇബ്രാഹിം കൂടി ഒന്ന് തവാഫ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് മഖാമ് ഇബ്രാഹിം മാത്രം തവാഫ് ചെയ്യാൻ പാടുണ്ടോ? മഖാം ഇബ്രാഹിം മാത്രം തവാഫ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഹജറുൽ അസ്വദ് തൊട്ടുമുത്തുന്നു, അതല്ലെങ്കിൽ ആംഗ്യം കാണിച്ച് ചുംബിക്കുന്നു. അതേപോലെ മഖാം ഇബ്രാഹിം തൊട്ടുമുത്താനോ ചുംബിക്കാനോ പാടുണ്ടോ? റുക്നുൽ യമാനി ചുംബിക്കുന്നു, അതേപോലെ മറ്റു മൂലകളെ ചുംബിക്കാൻ പാടുണ്ടോ? ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരാൾ ഇതൊക്കെ ചെയ്തിട്ട് പറയാം ഞാൻ ആദരിക്കാണ് എന്ന് പറഞ്ഞാൽ ആദരവിന് ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. ആദരിക്കണം. എങ്ങനെ ആദരിക്കണം? ആദരിക്കാൻ പറഞ്ഞതുപോലെ ആദരിക്കണം. മഹാന്മാരെ ദുആ ചെയ്തുകൊണ്ട് ഇസ്തിഗാസ നടത്തി പ്രാർത്ഥന നടത്തി സഹായം തേടി ആദരിക്കാൻ അല്ലാഹു പറഞ്ഞില്ല. നേരെ മറിച്ച് പ്രാർത്ഥന, ഇസ്തിഗാസ, സഹായം തേടൽ, ദുആ അത് അല്ലാഹുവിനോട് മാത്രം നടത്തണം എന്നാണ് അല്ലാഹു പഠിപ്പിച്ചത്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഒക്കെ ബഹുമാനിച്ചത് എങ്ങനെ? അവരോട് തേടിയിട്ടാണോ? അവരോട് ദുആ ചെയ്തിട്ടാണോ? ഇസ്തിഗാസ നടത്തിയിട്ടാണോ? അല്ല എന്ന് നമുക്കറിയാം. ഇനിയോ ഇങ്ങനെ അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചാൽ, ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിച്ചാൽ, ആദരിക്കാൻ പറഞ്ഞതുപോലെ ആദരിച്ചാൽ അത് അള്ളാന്റെ അടുക്കൽ പുണ്യമുള്ള കാര്യമാണ്. കഅബാലയത്തെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചാൽ അതിന് കൂലിയുണ്ട്. ഹജറുൽ അസ്വദിനെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചാൽ അതിന് കൂലിയുണ്ട്. അതേപോലെ തന്നെ മഖാം ഇബ്രാഹിമിനെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചാൽ അതിന് കൂലിയുണ്ട്. റമളാനിനെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചാൽ കൂലിയുണ്ട്. വെള്ളിയാഴ്ചയെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചാൽ കൂലിയുണ്ട്. മക്കൾക്ക് അതിൻ്റെതായ ബഹുമാനം നൽകിയാൽ കൂലിയുണ്ട്. കൂലിയില്ലാത്ത കാര്യമല്ല. എന്നാൽ ഈ ആദരവും ഇസ്തിഗാസയും കൂട്ടിക്കെട്ടാറുണ്ട് ചിലർ. ഞങ്ങൾ ആദരിക്കാണ്, മഹാന്മാരെ സ്നേഹിക്കാണ്, ബഹുമാനിക്കാണ്, അതാണ് നിങ്ങൾ അവരെ വിളിച്ചു തേടുന്നത്. നേരത്തെ കേട്ടില്ലേ, മഹാന്മാരെ സ്നേഹിക്കാതെ ആദരിക്കാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടതാണല്ലോ. ഇത് ആദരവാണോ? ആണെങ്കിൽ അതിന് കൂലി കിട്ടണം. ആദരവാണെങ്കിൽ കൂലി കിട്ടണം. എന്നാൽ ഇവര് തന്നെ ഈ ന്യായങ്ങളൊക്കെ പറയുന്ന ആളുകൾ ഇസ്തിഗാസയെ കുറിച്ച് ഇവർക്കുള്ള അഭിപ്രായം എന്താണ് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ചോദ്യം: ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയാ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോ എന്താണ് ഇസ്തിഗാസയുടെ ഹുക്മ്? അത് വല്ല പ്രതിഫലം ഉണ്ടോന്ന്? അതിനെന്താ മറുപടി? അത് ജായിസാണ്, അനുവദിക്കപ്പെട്ട കാര്യമാണ്. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചോദ്യകർത്താവിന് സംശയം തീരുന്നില്ല. ഇത് അനുവദിക്കപ്പെട്ട കാര്യമാണെങ്കിൽ ഇതിന് അള്ളാന്റെ അടുക്കുന്ന വല്ല കൂലിയുണ്ടോ എന്നാണ് പിന്നത്തെ ചോദ്യം. മുസ്ലിയാര് കൂലിയില്ല എന്ന് പറയുന്നു, പക്ഷേ ചോദ്യകർത്താവിന് അതങ്ങ് ബോധ്യപ്പെടുന്നില്ല കൂലിയില്ല എന്നുള്ളത്. അപ്പൊ കൂലി ഉണ്ടെങ്കിൽ വീണ്ടും അദ്ദേഹം ചോദിക്കുമ്പോ മുസ്ലിയാര് തിരുത്താണ്, ഒരു കൂലിയുമില്ല, ഒരു കൂലിയില്ല. അതുകൂടി കേൾക്കും നിങ്ങൾ. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പൊ തഹീറിനെ തേടുമ്പോൾ, തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പൊ വരുന്ന ഉസ്താദിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പ്രതിഫലം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്ത് വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം, ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്നതിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാണ് പറഞ്ഞത്. അതെ, ഇസ്തിഗാസ നടത്തിയ പുണ്യം കിട്ടൂല. ഞങ്ങൾ മഹാന്മാരെ ആദരിക്കുകയാണ് ഇസ്തിഗാസയിലൂടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ഇർതകബത്ത് ചൊല്ലുന്നതിലൂടെ,
അതേപോലെ തന്നെ യാ സയ്യിദ സാദാത്ത് ചെല്ലുന്നതിലൂടെ, മുഹീദ്ദീൻ ശൈഖ് എന്ന് വിളിക്കുന്നതിലൂടെ ഞങ്ങൾ മഹാന്മാരെ ആദരിക്കുകയാണ് എന്നല്ലേ പറയാറുള്ളത്. ആ ആദരവ് ഇസ്ലാം അനുവദിച്ചതാണെങ്കിൽ അതിന് കൂലി കിട്ടണ്ടേ? മുസ്ലിയാർ പറയുന്നു കൂലിയൊന്നും കിട്ടൂല. ഇർത്തകബ് ചൊല്ലിയാലും കൂലിയില്ല, യാ സയ്യിദ സാദാത്ത് ചൊല്ലിയാലും കൂലിയില്ല. ആദരിക്കുകയാണ് എന്നതിന്റെ പേരിൽ കൂലിയില്ല, ഇസ്തിഗ്ഹാസയാണ് എന്നതിന്റെ പേരിൽ കൂലിയില്ല എന്നല്ലേ ഈ പറയുന്നത്. ഇനി കാര്യം ഒന്നും കൂടി കൃത്യാകാൻ മൂപ്പരൊരു ഉദാഹരണം പറയുന്നു. എന്താ ഇവിടെ തർക്കം? മഹാന്മാരോടുള്ള ഇസ്തിഗ്ഹാസ അള്ളാഹുവിനോടുള്ള സഹായം തേട്ടവും, അള്ളാഹുവിനോടുള്ള തേട്ടവും മഹാന്മാരോടുള്ള തേട്ടവും. അള്ളാഹുവിനോടുള്ള തേട്ടത്തിന്റെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല, മഹാന്മാരോടുള്ള തേട്ടത്തിന്റെ കാര്യത്തിലാണല്ലോ തർക്കം. അപ്പോ ഇത് വെറും ഒരു അനുവദിക്കപ്പെട്ട കാര്യം മാത്രമാണെങ്കിൽ, അതിനെന്താ പുണ്യം, അത് ചെയ്യുന്നതിന് എന്താ അർത്ഥം എന്ന ചോദ്യത്തിന് ഒരു ഉദാഹരണത്തിലൂടെ ഫൈസ് നൽകുന്ന മറുപടി കേട്ടാൽ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന പടച്ചതമ്പുരാന്റെ ദീൻ അംഗീകരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരണം, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശം അംഗീകരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ആ ഉദാഹരണത്തിലൂടെ സത്യം ബോധ്യപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അവിടേക്ക് വരണം. അപ്പോ ഈ ഇസ്തിഗ്ഹാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗ്ഹാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞത്. കേട്ടില്ല നിങ്ങളെ? ഇസ്തിഗ്ഹാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമാണ്. ഇസ്തിഗ്ഹാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമാണ്. അദ്ദേഹം പ്രയോഗിച്ച പദം എങ്ങനെയാ? ആ വളരെ ഫലപ്രദം എന്നുള്ള പദം പിന്നെ എവിടെയാ കൊണ്ടുപോയി വെക്കുന്നത്? ബെൻസ് കാറിൽ യാത്ര ചെയ്യൽ വളരെ ഫലപ്രദമാണ്. അപ്പൊ അള്ളാഹിനോടുള്ള ദുആയോ അത് KSRTCയിലെ ലോക്കൽ യാത്രയാണ്. അള്ളാഹുവിനോടുള്ള ഫലം കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ ഇസ്തിഗ്ഹാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമാണ്. അതേപോലെ KSRTCയിലും പോകാം, അതേപോലെ തന്നെ ബെൻസ് കാറിലും പോകാം. വളരെ ഫലപ്രദമാണ് ബെൻസ് കാറിൽ യാത്ര ചെയ്യലാണ്. ഏതുപോലെ? ഇസ്തിഗ്ഹാസ പോലെ. അള്ളാഹിനോടുള്ള സഹായം തേടലോ അത് ലോക്കൽ KSRTC. സഹോദരന്മാരെ, തീരുമാനിക്കേണ്ടത് ഈ KSRTC ലോക്കലായിരിക്കാം, പക്ഷേ ആ ലോക്കൽ KSRTCയിലാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സഞ്ചരിച്ചത്. ആ ലോക്കൽ KSRTCയിലാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം സഞ്ചരിച്ചത്. ആ ലോക്കൽ KSRTCയിലാണ് സക്കരിയ നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഈ ലോകത്ത് കടന്നുപോയ സകലമാന അമ്പിയാക്കളും സഞ്ചരിച്ചത്. അവരൊക്കെ അല്ലാഹുവിനോട് മാത്രമാണ് ഇസ്തിഗ്ഹാസ നടത്തിയത്. അവരൊക്കെ അല്ലാഹുവിനോട് മാത്രമാണ് ദുആ നടത്തിയത്. നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന് ഇവരുടെ വാദപ്രകാരം മഹാന്മാരോടാണല്ലോ ബെൻസുകാർ ഉപയോഗിച്ചത്. ബെൻസുകാർ കിട്ടാത്തത് കൊണ്ടല്ല, ഈ മമ്പറം തങ്ങളെക്കാളും അതേപോലെ ഹെർവാടിയിലെയോ നാഗൂരിലെയോ അജ്മീറിലെയോ മുത്തുപ്പേട്ടയിലെയോ ശൈഖന്മാരെക്കാളും ഒക്കെ മെച്ചപ്പെട്ട ബെൻസുകാറുകളാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതേപോലെയുള്ള അമ്പിയാക്കൾ, ആ ഏതെങ്കിലും അമ്പിയാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ സഹായം തേടിയില്ല. തേടിയത് അല്ലാഹുവിനോട് മാത്രം. അള്ളാഹിനോട് മാത്രമാണ് തേടിയത്. എന്തേ അള്ളാഹുവിനോട് മാത്രം തേടാൻ കാരണം? ഖുർആൻ അതാ പഠിപ്പിച്ചത്, അള്ളാഹു അതാ കൽപ്പിച്ചത്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് പ്രവാചകന്മാര് സ്വീകരിച്ചത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരിക്കലും അള്ളാഹുവല്ലാത്ത ഒരു മഹാനോടും ഒരു സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയില്ല. ഖുർആനിൽ തെളിവുണ്ടോ? തേടിയതിനില്ല. ഹദീസിൽ തെളിവുണ്ടോ? ഇല്ല. പിന്നെ എവിടെയാ തെളിവുള്ളത്? എന്നൊരു മുസ്ലിയാർ തന്നെ പറയട്ടെ, നമുക്കതൊന്ന് കേട്ടു നോക്കാം. രാമായണത്തിലുണ്ട് വാൽമീകി മഹർഷി പറയുന്നൊരു വാചകം. രാമായണ
ശരീരം എന്ത് ചെയ്യുന്നു നോക്കണ്ട, മനസ്സെന്ത് ചെയ്യുന്നു നോക്കോ. എന്നിട്ട് വാൽമീകി മഹർഷി മിസാല് പറയാം. വാൽമീകി രാമനോട് പറയാം, ഏനെ ആലിംഗതയെ കാന്താൽ തേതെ ആലിംഗതയെ സുതാ. നീ നിന്റെ ഭാര്യയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കൊല്ലോ, അതിനു വേണ്ടി നീ ഉപയോഗപ്പെടുത്തുന്ന ആ കയ്യുണ്ടല്ലോ, ആ കൈ കൊണ്ട് തന്നെ സുതാ നിന്റെ മകളെയും നീ ആലിംഗനം ചെയ്യുന്ന ആ കൈയുണ്ട്. മകളെ കെട്ടിപ്പിടിക്കുന്നതും ഭാര്യ കെട്ടിപ്പിടിക്കുന്നതും ഒരേ കൈയുണ്ടാണ്. പക്ഷെ രണ്ട് കെട്ടിപ്പിടുത്തത്തിനും ഒരു വ്യത്യാസം ഇല്ലേ? മനസ്സിലൊരു വ്യത്യാസം. മൊയ്തീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചാൽ മൊയ്തീൻ ഷേഖ് പഠിച്ചോളാൻ നമുക്ക് വിശ്വാസം ഇല്ലല്ലോ. അള്ളാഹ് എന്ന് വിളിച്ചാലുള്ള വിശ്വാസം വേറെ തന്നെയല്ലേ? രണ്ടും രണ്ടാ. ഒന്ന് അള്ള കൊടുത്ത കഴിവുകൊണ്ട് കാക്കാനും ഒന്ന് അള്ളാന്റെ കഴിവുകൊണ്ട് കാക്കാനും രണ്ടും വ്യത്യാസം. അപ്പൊ ഇത് രണ്ടും ഒന്ന് ഭാര്യയെ കെട്ടിപ്പിടിക്കുന്ന കാര്യം വാൽമീകിയുടെ തെളിവ് മതി, ഖുർആൻ ഹദീസും വേണ്ട തന്നെ. വാൽമീകിയുടെ തെളിവ് മതി, ഖുർആൻ ഹദീസും വേണ്ട തന്നെ. വാൽമീകിയുടെ തെളിവ് മതി, ഖുർആൻ ഹദീസും വേണ്ട തന്നെ. സുന്നികൾ എന്ന് നമ്മൾ സ്വയം ചോദിക്കുക. ഖുർആൻ ഹദീസ് സ്വീകരിക്കേണ്ടവരാണോ രാമായണം സ്വീകരിക്കേണ്ടവരാണോ സുന്നികൾ? മുജാഹിദുകൾ പറയുന്നു അഹ്ലുസുന്ന വൽ ജമാഅയാകണമെങ്കിൽ ഖുർആനും ഹദീസും സ്വീകരിക്കണം. ഈ പറഞ്ഞ ഉദാഹരണം അള്ളാഹ്ക്ക് തിരിഞ്ഞില്ലേ? അള്ളാഹു പറഞ്ഞോ ഖുർആനിൽ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്ന കൈകൊണ്ട് തന്നെയല്ലേ മകളെയും കെട്ടിപ്പിടിക്കുന്നത്? അതേപോലെ എന്നാൽ ആ രണ്ട് സമയത്തും നിങ്ങളുടെ ചിന്ത വേറെയാണല്ലോ. അതേപോലെ നിങ്ങൾ എന്നോടും തേടിക്കോളൂ, ഞാനല്ലാത്ത മഹാന്മാരോടും തേടിക്കോളൂ എന്ന് അള്ളാഹു പറഞ്ഞോ? അള്ളാഹു പഠിപ്പിച്ചോ? അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലായില്ലേ? വാൽമീകിക്ക് മനസ്സിലായത് രാമായണത്തിൽ പറഞ്ഞത് റസൂലിന്റെ സഹിഹായ ഹദീസിലുണ്ടോ? ബുഖാരിയിലുണ്ടോ? മുസ്ലിമിലുണ്ടോ? മറ്റേതെങ്കിലും സഹിഹായ ഹദീസിലുണ്ടോ? ഈ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതും മകളെ കെട്ടിപ്പിടിക്കുന്നതും പറഞ്ഞിട്ട് ഇതാ നിങ്ങൾ എന്നോട് തേടിക്കോ, എന്നോട് തേടുമ്പോ നിങ്ങൾ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതും അള്ളാഹിനോട് തേടുമ്പോ മകളെ കെട്ടിപ്പിടിക്കും പോലെ, അല്ലെങ്കിൽ അള്ളാഹിനോട് തേടുമ്പോ ഭാര്യയെ കെട്ടിപ്പിടിക്കും പോലെ, എന്നോട് തേടുമ്പോ മകളെ കെട്ടിപ്പിടിക്കും പോലെ ചിന്ത വ്യത്യസ്തമല്ലേ? തേടിക്കോ എന്ന് അള്ളാഹു പറഞ്ഞോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞോ? സഹാബത്ത് മനസ്സിലാക്കിയോ? ഇല്ല. അവർക്കും ഭാര്യമാരും മക്കളൊക്കെ ഉണ്ട്. അവരും ഭാര്യയെ കെട്ടിപ്പിടിച്ചിരുന്നു, മക്കളെ കെട്ടിപ്പിടിച്ചിരുന്നു. എന്നാൽ ഇതുപോലെ നമുക്ക് എന്തുകൊണ്ട് അള്ളാഹിനോട് സഹായം തേടിക്കുന്നത് പോലെ മഹാന്മാരോടും തേടിക്കൂടാ? ചിന്ത വ്യത്യസ്തമായാൽ പോരെ എന്നവര് ചിന്തിച്ചില്ല. ഇതാ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത്, നമ്മൾ ആരുടെ കൂട്ടത്തിൽ കൂടണം? അഹ്ലുസുന്ന വൽ ജമാഅയാകണോ? അഹ്ലുസുന്ന വൽ ജമാഅയാകണോ? ഖുർആൻ പറഞ്ഞത് സ്വീകരിക്കണം, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് സ്വീകരിക്കണം, സ്വഹാബത്ത് അംഗീകരിച്ചത് സ്വീകരിക്കണം. എന്നാലേ സുന്നിയാകാൻ കഴിയുള്ളൂ, അഹ്ലുസുന്ന വൽ ജമാഅയാകാൻ കഴിയുള്ളൂ. ഇവരങ്ങനെയാകുന്നുണ്ടോ? ഇല്ല. രാമായണം മതി എന്നാണ് മൂപ്പരഭിപ്രായം. നമുക്കത് പോരാ, നമുക്ക് ഖുർആൻ വേണം, സുന്നത്ത് വേണം. ഇനിയോ ഇങ്ങനെ ഈ മഹാന്മാരോട് തേടാൻ വേണ്ടി നാട്ടിന്റെ നാനാഭാഗങ്ങളിലും മക്ബറകൾ ഉണ്ടാക്കി, ആ മക്ബറകളിൽ ഉറൂസുകൾ, നേർച്ചകൾ അതൊക്കെ ഈ നാട്ടുകാർ കാണാൻ തുടങ്ങി. ഇതുപോലെയുള്ള പ്രദർശനങ്ങളിലൂടെ നാട്ടുകാരത് കണ്ടു. നേർച്ച സ്ഥലങ്ങളിലെ വൃത്തികേടുകൾ, അതിലെ അനിസ്ലാമിക ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നോക്കൂ നിങ്ങൾ, രണ്ട് ജാറങ്ങളിൽ നടക്കുന്ന നേർച്ചകളുടെ രംഗം നിങ്ങളൊന്ന് കാണുക. കൽബും കൊണ്ടേ വന്നേ ഞാനീരാവിൽ കൂപ്പണം സുബ്ഹി ബാങ്ക് കേൾക്കണം. ഒന്ന് പട്ടാമ്പി നേർച്ചയാണ്, മറ്റേത് ഭീമാപ്പള്ളിയാണ്. രണ്ട് സ്ഥലത്തും നേർച്ചയുടെ പേരിലാണ്. തലേന്നും പിറ്റേന്നും ഒക്കെയായി കേരളത്തിൽ അറിയപ്പെടുന്ന മതപണ്ഡിതന്മാർ വയൽ നടത്തുന്നു, ദുആഇന് നേതൃത്വം നൽകുന്നു, അന്നദാനത്തിന് തുടക്കം കുറിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള അനാചാരങ്ങളൊക്കെ നേർച്ച സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദീനിൽ തെളിവുണ്ടോ? സുന്നികളായ ആളുകൾ ആലോചിക്കണം. അഹ്ലുസുന്ന വൽ ജമാഅയാണ് സുന്നികളുടെ ആദർശമെങ്കിൽ അവിടെയാണ് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് ഏതെങ്കിലും മഹാന്റെ ഖബറ് കെട്ടിപ്പൊക്കി അവിടെ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു നേർച്ച നടത്തിയോ? ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു ആഘോഷം നടത്തിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട്. അതേപോലെ തന്നെ മദീനയിലും രക്തസാക്ഷികൾ ഉണ്ടായി, മരണവും ഉണ്ടായി. ഏതെങ്കിലും മഹാന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി ഇന്ന് നമ്മുടെ നാട്ടിൽ മമ്പറത്താകട്ടെ, മടവൂരാകട്ടെ, അതല്ലെങ്കിൽ
കേരളത്തിന് പുറത്ത് ഏർവാടിയിലോ മുത്തുപ്പേട്ടയിലോ ആകട്ടെ, കേരളത്തിനകത്ത് തന്നെ ഭീമാപള്ളിയോ പുത്തമ്പള്ളിയോ ആകട്ടെ, എവിടെയെങ്കിലും നടക്കുന്നത് പോലെ ഒരാചാരം അള്ളാഹുവിന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ സംഘടിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ കെട്ടിപ്പൊക്കി അവിടെ പച്ച കുബ്ബയുണ്ടാക്കി, പച്ച പുതപ്പിട്ട് മൂടി, അവിടെ ഇതേപോലെ ഒരു ഏർപ്പാട് നടത്തിയോ? ഉണ്ടെങ്കിൽ അതാ വേണ്ടത്. ഇത് പറയുമ്പോ മുജാഹിദികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മുജാഹിദികൾക്ക് സഹാബികൾ തെളിവല്ല. മുജാഹിദികൾക്ക് സഹാബികൾ തെളിവല്ല. സഹാബികളെ അംഗീകരിക്കലും മതപരമായ ഒരു ഹുക്മ് വരുമ്പോ, ഒരു വിധി അന്വേഷിക്കുമ്പോ സഹാബികളുടെ അഭിപ്രായം തെളിവോ അല്ലേ എന്ന് പറയലും രണ്ടും രണ്ടാണ്. സഹാബികൾ നീതിമാന്മാരാണോ അല്ലേ എന്നതല്ല തർക്കം. ഒരു വിഷയത്തിൽ സഹാബിയുടെ അഭിപ്രായം എങ്ങനെ തെളിവായി സ്വീകരിക്കണം? അത് മുജാഹിദികളുടെ അഭിപ്രായം മാത്രമാണോ? ഇമാം ഗസാലി പറഞ്ഞത് ഇവിടെ മുമ്പ് വായിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? അങ്ങനെയൊന്നും ഗസാലി പറഞ്ഞിട്ടില്ല എന്നാണ്. ഇമാം ഗസാലി തന്റെ അൽ മുസ്തസ്ഫാ ഫീ ഇൽമിൽ ഉസൂൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്താ പറഞ്ഞത്? സഹാബി ഖൗലു സഹാബി, സഹാബിയുടെ വാക്ക് എന്താ? അതിനെ പറ്റിയുള്ള അഭിപ്രായം. വഖദ് ദഹബ ഖൗമുൻ ഇലാ അന്ന മദ്ഹബ സഹാബി ഹുജ്ജ മുത്ലഖൻ, സഹാബിയുടെ അഭിപ്രായം തെളിവാണ്, മൊത്തത്തിൽ തെളിവാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. വഖൗമുൻ ഇലാ അന്നഹു ഹുജ്ജ ഇൻ ഖാലഫൽ ഖിയാസ, ഖിയാസിനോട് എതിരായാൽ സഹാബിയുടെ അഭിപ്രായം സ്വീകാര്യമാണെന്ന് പറഞ്ഞവരുണ്ട്. വഖൗമുൻ ഇലാ അന്നൽ ഹുജ്ജ ഫീ ഖൗലി അബീ ബക്കർ വ ഉമർ ഖാസ ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി, എനിക്ക് ശേഷമുള്ള രണ്ടാളുകളെ നിങ്ങൾ പിൻപറ്റുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇവർ രണ്ടാളും മാത്രമേ തെളിവിന് പറ്റൂ എന്ന് പറഞ്ഞവരുണ്ട്. വഖൗമുൻ, വേറെ ഒരു വിഭാഗം, ഇലാ അന്നൽ ഹുജ്ജ ഫീ ഖൗലിൽ ഖുലഫാഇർ റാഷിദീന ഇദത്തഫഖൂ, ഖുലഫാഉർ റാഷിദീകൾ അവരൊരു വിഷയത്തിൽ യോജിച്ചാൽ അത് തെളിവാണ് എന്ന് പറഞ്ഞവരുണ്ട്. എന്നിട്ടോ ഗസാലി പറയാണ് വൽ കുല്ലു ബാത്തിലുൻ ഇന്നനാ, ഇപ്പറഞ്ഞതൊക്കെ നമ്മുടെ അരികിൽ ബാത്തിലാണ്. فإن من يجوز عليه الغلط والسهو ولم تثبت عصمته عنه فلا حجة في قوله, തെറ്റുപറ്റാൻ സാധ്യതയുള്ള, മറവി പറ്റാൻ സാധ്യതയുള്ള ആളുകൾ, വലം തസ്ബുത്ത് ഇസ്മതുഹു അൻഹു, അവരെ മഅസൂമുകളാണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടുമില്ല എങ്കിൽ ഫലാ ഹുജ്ജത ഫീ ഖൗലിഹി, അവരുടെ വാക്കിൽ തെളിവില്ല, അവരുടെ വാക്ക് തെളിവിനെടുക്കാൻ കൊള്ളില്ല. ഫകൈഫ യഹ്തജു ബിഖൗലിഹി മാ ജവാസിൽ ഖതഇ, അവർക്ക് തെറ്റുപറ്റാമെന്നതോടൊപ്പം തന്നെ എങ്ങനെ അവരെ തെളിവിന് സ്വീകരിക്കും? വകൈഫ തദ്ഈ ഇസ്മതുഹും മിൻ ഗൈരി ഹുജ്ജ മുതവാത്തിറ, കൃത്യമായ തെളിവില്ലാതെ, പ്രമാണമില്ലാതെ അവര് മഅസൂമുകളാണെന്ന് എങ്ങനെ പറയും എന്നൊക്കെ ആരാ ചോദിച്ചത്? ഗസാലിയാ ചോദിച്ചത്. അത് ഗസാലിയുടെ അൽ മുസ്തസ്ഫാ എന്ന ഗ്രന്ഥത്തിലാണുള്ളത്. ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും അത് പരിശോധിക്കാം. അങ്ങനെയാണ് ഇമാം ഗസാലി രേഖപ്പെടുത്തിയത്. അതേ മുജാഹിദികളും പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പുതിയത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ നേർച്ചകൾ അതിന് സഹാബികളുടെ മാതൃകയുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയുണ്ടോ? ഇല്ല. ഇതൊക്കെ കാണിച്ച് അപ്പൊ ആളുകൾക്ക് ബോധ്യപ്പെട്ടു ഇതൊന്നും ഇല്ല, ഇതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നതല്ല, ഈ ആന എഴുന്നള്ളിക്കലും ചെണ്ടമേളൊന്നും റസൂല് പഠിപ്പിച്ചതല്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ ആളുകൾ തിരുത്താൻ തുടങ്ങി. ഇതൊക്കെ തിരുത്താൻ തുടങ്ങിയപ്പോ ഇതിനെങ്ങനെയെങ്കിലും എതിർക്കണല്ലോ. അതിനുവേണ്ടി ഇപ്പൊ നാട്ടിന്റെ പല ഭാഗങ്ങളിലും പ്രദർശിപ്പിക്കുന്നത് എന്താ? മുജാഹിദികള് ആ മഹാമാര മഖ്ബറയിൽ നേർച്ച നടത്താൻ പാടില്ല എന്നാ പറയുന്നത്. പക്ഷെ അവർക്ക് സെൽഫി ഫെസ്റ്റ് നടത്താം എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളിന്റെ വാർഷികമാണ് കാണിക്കുന്നത്. ആ വാർഷിക എല്ലാ ഭാഗങ്ങളിലും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതും മുജാഹിദികളും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇനി മുജാഹിദികളുമായി ബന്ധമുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നടത്തിയാൽ തന്നെ അത് തെറ്റാണ് എന്ന് തുറന്നു പറയുന്നതിൽ മുജാഹിദികൾക്കൊരു മടിയുമില്ല. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അങ്ങനെ ഇസ്ലാമിക വിരുദ്ധമായ ആചാരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട്, ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഉത്സവം സംഘടിപ്പിച്ചുവെങ്കിൽ, ഫെസ്റ്റ് സംഘടിപ്പിച്ചുവെങ്കിൽ, വാർഷികം സംഘടിപ്പിച്ചുവെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്നതിന് മുജാഹിദികൾക്ക് ഒരു മടിയുമില്ല. എന്നാൽ ഈ നേർച്ച സ്ഥലത്ത് ചെണ്ടമേളത്തെയും ആന എഴുന്നള്ളിക്കുന്നതിനെയും കരിമരുന്ന് പ്രയോഗിക്കുന്നതിനെയും ഈ ആളുകളുടെ പണ്ഡിതന്മാർ അംഗീകരിക്കാത്തത് അതാ വ്യത്യാസം. സലഫി ഫെസ്റ്റ് മുജാഹിദികൾ നടത്തിയതല്ല, മടവൂർ വിഭാഗം നടത്തിയതാണ്.
മടവൂർ വിഭാഗമായാലും ഇനി മുജാഹിദികളുടെ ഏതെങ്കിലും സ്ഥാപനത്തിലായാലും മുജാഹിദികൾ അതിനെ എതിർക്കുന്നു, മുജാഹിദികൾ അത് ശരിയല്ലെന്ന് പറയുന്നു. എന്നാ നേരത്തെ സ്ഥലത്ത് നടക്കണതോ അത് ശരിയാണ്, അവിടെ ആനയെ നെല്ലിക്കാം, അവിടെ ചെണ്ടമുട്ടാം, അവിടെ കരിമരുന്ന് പ്രയോഗം നടത്താം, അതിനൊരു കുഴപ്പവുമില്ല എന്നാണ് സുന്നികളുടെ നേതാക്കന്മാരായ പണ്ഡിതന്മാർ ഫത്വ നൽകിയത്. സ്കൂളിന്റെ വാർഷിക കാണിക്കണതെങ്കിൽ ഏതൊക്കെ വാർഷികം കാണിക്കാനുണ്ട്? സമസ്തയുടെ EK വിഭാഗം നേതൃത്വം നൽകുന്ന തൃശൂർ ജില്ലയിലെ അകലാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷ ചടങ്ങിന്റെ രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. നമ്മളതാണല്ലോ. അപ്പൊ തൊപ്പിട്ട് അവിടത്തൊക്കെ മറിച്ച ആളുകൾ വേണ്ടേ ഡാൻസ് നടത്താൻ, അല്ലേ? നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെയാണോ ആദർശപരമായ ഒരു ചർച്ച നടക്കുന്ന സദസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്? ആദർശപരമായി ഇത് എല്ലാവർക്കും അറിയാം. ഈ തരത്തിലുള്ള ഏർപ്പാടുകളെ മുജാഹിദുകൾ അംഗീകരിക്കുന്നില്ല, അവരതിനെ എതിർക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഈ നടന്ന ഏർപ്പാടിനെ സുന്നി പണ്ഡിതന്മാർ അംഗീകരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സുന്നി പണ്ഡിതന്മാരല്ല, സുന്നി സാധാരണക്കാർ വരെ ഇതിനെ അംഗീകരിക്കുമെന്ന ബോധം ഞങ്ങൾക്കില്ല. കാരണം ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കറിയാം, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഡാൻസ് മത്സരങ്ങളിലും അതേപോലെ തന്നെയുള്ള കലാപരിപാടികളിലും പങ്കെടുക്കുന്നതിനെ ഇപ്പോഴും എതിർക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. സമൂഹത്തിന്റെ വിശ്വാസം, ധാരണ അങ്ങനെയാണ്. അവരത്തരം തിന്മകളെയോട് കൂറുപുലർത്തുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതുപോലെയാണോ നേർച്ച സ്ഥലത്തേത്? അതുപോലെയാണോ നേർച്ച സ്ഥലത്ത് ചെണ്ടമുട്ടൽ? അതുപോലെയാണോ ആനയെ എണ്ണലിക്കൽ? അതുപോലെയാണോ കരിമരുന്ന് പ്രയോഗം? അതുപോലെയാണോ കൊടിമരം ഉയർത്തൽ? അല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് എന്തിനാ രണ്ടിനെയും താരതമ്യം ചെയ്യുന്നത്? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. പറഞ്ഞു വന്നത് മക്ബറകൾ, അവിടെ ഖബറുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഏതുവരെ എന്ന് ചോദിച്ചാൽ ഖബറുകൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. സക്കരിയ സലാഹി ഇവിടെ പറഞ്ഞു. എന്താ എന്ന് പറഞ്ഞ മറുപടി? ഖബറ് കച്ചവടം നടത്താൻ പാടുണ്ടോ? കാസിമിയുടെ പ്രസംഗം ഇവിടെ കേട്ടിരുന്നില്ലേ? ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ അതൊന്നുകൂടി കേൾപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മഖബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം. ഔലിയാക്കന്മാരെ മഖബറ വിൽക്കുക. ഈ കൗമ ഈ നൗമ നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി, ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്. ഇവരൊക്കെ പേരാണ് സുന്നി, ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്. ഇവരൊക്കെ പേരാണ് സുന്നി, ഇവര് സുന്നി അല്ല മനുഷ്യന്മാര് എന്ന. ആരാണ് സുന്നികൾ എന്നല്ലേ നമ്മളെ വിഷയം? അപ്പൊ ആരാ ഇത് വിൽക്കുന്നത്? ആരാണ് സുന്നികളെന്ന് ഞാൻ പറയേണ്ടതില്ല. ഖബർ കച്ചവടം നടത്തുന്ന ആളുകൾ സുന്നികളല്ല എന്ന് റഹ്മത്തുള്ള ഖാസിമി പറയുന്നു. അപ്പൊ ആരാ കച്ചവടം നടത്തുന്നത്? അതുകൂടി വേണമല്ലോ നമ്മൾ അറിയാൻ. അതുകൂടി ഒരു സുന്നി മുസ്ലിയാർ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ഷെയ്ഖുന ആശുപത്രി കിടക്കുന്ന സമയത്താണ് വരക്കല മക്കാമ് വിലക്ക് വാങ്ങുന്നത് ശ്രദ്ധിച്ചോളൂ. വരക്കല മക്കാമ് വിലക്ക് വാങ്ങുന്നത് ശ്രദ്ധിച്ചോളൂ. വരക്കല മക്കാമ് വിലക്ക് വാങ്ങുന്നത് ശ്രദ്ധിച്ചോളൂ. സാധാരണക്കാർ വരക്കല മക്കാമ് എന്ന് പറഞ്ഞാൽ തങ്ങന്മാരെ പ്രോപ്പർട്ടിയാണ്. ശരിക്കും ഷെയ്ഖുന ശംസുൽ ഉലമ അസ്ഹരി തങ്ങളെ സമസ്തയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത് തന്നെ ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നിപ്പോകും. ആ ഒരൊറ്റ ആവശ്യം. കാരണം എന്താ? തങ്ങന്മാരെ ബന്ധപ്പെടാതെ ആ കുടുംബം അസ്ഹരി തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ആ സ്ഥലം സമത്വം കിട്ടൂല. അന്ന് ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളെ സമസ്തയുടെ തലപ്പത്തിരുത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് കച്ചവടം നടത്തിയിട്ട് ആ സ്ഥലം വാങ്ങി. അന്ന് ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളെ സമസ്തയുടെ തലപ്പത്തിരുത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് കച്ചവടം നടത്തിയിട്ട് ആ സ്ഥലം വാങ്ങി. അന്ന് ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളെ സമസ്തയുടെ തലപ്പത്തിരുത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് കച്ചവടം നടത്തിയിട്ട് ആ സ്ഥലം വാങ്ങി. ഇന്ന് സമത്തന്റെ കയ്യിൽ ആ സ്ഥാപക നേതാവിന്റെ സ്ഥലം.
മുല്ലക്കോയ തങ്ങളുടെ സ്ഥലം സമത്തന്റെ സ്വന്തം സ്വത്താ. എന്നിട്ട് ഷെയ്ഖുന പറഞ്ഞു, ആ സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത ഉടനെ ഷെയ്ഖുന പറഞ്ഞു, എന്നെ അവിടെയാണ് മറവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. സുന്നികൾ, ഞാനല്ല പറഞ്ഞത്. ഖബറ് കച്ചവടം നടത്തി, വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഖബറ് കച്ചവടം നടത്തി എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ആളുകൾ അവര് സുന്നികളല്ല എന്ന് സുന്നികളുടെ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാര് തന്നെ പറയുന്നതാണ് നമ്മൾ കേട്ടത്. നോക്കൂ നിങ്ങൾ, ഇതാ മുജാഹിദുകൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഇവിടെയുള്ള പണ്ഡിതന്മാർ അവരുടെ പ്രസംഗങ്ങളിൽ നിന്ന് കേൾപ്പിച്ചുകൊണ്ടുകൂടി സത്യം ബോധ്യപ്പെടാൻ ആളുകളെ സഹായിക്കുകയാണ്. ഇനി നമ്മൾ അംഗീകരിക്കണ്ടേ ആരാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന്? ഖബർ കച്ചവടം നടത്തുന്നവരാണോ? അല്ല. ഖബറുകൾ കെട്ടിപ്പൊക്കി അവിടെ ഉറൂസുകൾ നടത്തുന്നവരാണോ? അല്ല. മറിച്ച് ആരാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീൻ അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ. ഇനിയോ ആരായി സമൂഹത്തിൽ പുത്തനാചാരം ഉണ്ടാക്കുന്നത്? മുജാഹിദുകളാണോ? മുജാഹിദുകൾ ഈ സമൂഹത്തിൽ പുതിയ ആചാരങ്ങൾ പഠിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിന് പൂർത്തിയാക്കി കൊടുത്ത ദീനിലുള്ളത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ദീനായി പഠിപ്പിച്ചു തന്നത് അതേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാ മുജാഹിദുകൾ പറയുന്നത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ പിൻപറ്റേണ്ടത്, അത് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നാ മുജാഹിദുകൾ പറയുന്നത്. ഒരു മുസ്ലിമിന് സ്വർഗത്തിലെത്തിച്ചേരുവാനുള്ള അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ കൂടെ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഇനി ഒരു സലാത്ത് നമ്മളെ വക വേണോ? ഒരു ദിക്രി നമ്മളെ വക വേണോ? ഒരു നിസ്കാരം നമ്മളെ വക വേണോ? ഒരു നോമ്പ് നമ്മളെ വക വേണോ? വേണ്ട. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. എന്നാലോ നമ്മളെ നാട്ടിൽ പല ആചാരങ്ങളും പുതിയതുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ആചാരങ്ങൾ നല്ലതാണെന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ വരെ ആചാരങ്ങൾ ഉണ്ടാകുക. അവിടെ നിസ്കാരത്തിന് ശേഷമുള്ള ഒരു സലാത്തിനെ പറ്റിയുള്ള ചോദ്യവും മറുപടിയും കേട്ടാൽ നമുക്കത് ബോധ്യപ്പെടും. ഈ നിസ്കാരത്തിന്റെ ദ്വാരന്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ സ്വലാത്ത് കണ്ടിട്ടില്ല. ഉള്ളത് പറയാലോ. ഇപ്പോൾ കുറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏൽപ്പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ? എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല. അപ്പോൾ ഏൽപ്പിക്കാർ 3 ആക്കിയപ്പോൾ നമ്മളാൾക്കാർ ചിലപ്പോൾ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ലാം. പ്രത്യേകിച്ചും നിസ്കാരത്തിൻ്റെ ശേഷം ദ്വാരക്കാണ്. ദ്വാരൻ്റെ മുമ്പ് സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2ഉം ചെല്ലാം, 3ഉം ചെല്ലാം, 5ഉം ചെല്ലാം, 10ഉം ചെല്ലാം. പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷ് ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച വിദഅത്തായി. ഒരു ഇസ്ലാം മസല അങ്ങനെ. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാന്റെ ശേഷം 3 ശേഷം സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമില്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാൻ സ്വലാത്തിൻ്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, അഭിവന്ദനായ ശംസുലന ഇ.കെ. ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസർ നിസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് ഇതേമാതിരി ചൊല്ലി. അപ്പോൾ ആളെ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട്, സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താ സ്വലാത്ത് ചോദിച്ചു. നിനക്ക് എവിടെ നിന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ, ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, സ്വലാത്ത് അല്ല. ഇതാണ് എൻ്റെ സമീപനം. അപ്പൊ എങ്ങനെ ഉണ്ടായത്? ഏൽപ്പിക്കാര് 3 ആക്കി, നമ്മള് 10 ആക്കി. എന്നിട്ട് എന്താ ന്യായം? അത് ആ സമയത്ത് സുന്നത്താണെന്ന് വിചാരിച്ചാലേ കുഴപ്പമുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് അവസാനം പറഞ്ഞ ഈക്കേന്റെ ഉദാഹരണം, ഈക്കെ ചോദിച്ചോ, ഇവിടെ വാ, നീ ഈ സമയത്ത് പ്രത്യേകം സുന്നത്താണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല ഉസ്താദേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല. എന്നാ ചൊല്ലിക്കോ എന്നാണോ ഈക്കെ പറഞ്ഞത്? അല്ല, ഇതൊന്നും ചോദിക്കാതെ ഈക്കെ വിലക്കുകയാണ് ചെയ്തത്. ഈക്കയുടെ സംഭവവും മുസ്ലിയാർ പറഞ്ഞ ന്യായം രണ്ടല്ലേ? അപ്പോ ദീനിൽ ആചാരങ്ങൾ ഉണ്ടാക്കുന്നു. എന്തിന്റെ പേരിൽ? ഗ്രൂപ്പിന്റെ പേരിൽ. ഓല് 3 ആണെങ്കിൽ നമ്മൾ 10 ആക്കാം. ഓല് റമളാൻ 27 മാത്രമാണ് ഓല സലാത്ത് വാർഷികം, എന്നാ നമ്മൾ ആഴ്ചക്ക് സലാത്താക്കുക. ഇനി അല്ലെങ്കിൽ നമ്മൾ മാസത്തിൽ സലാത്താക്കുക. എന്നിങ്ങനെ വാശിക്ക് വേണ്ടി ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ. ഇനിയോ പണ്ഡിതന്മാര് ദീനിൽ പുതിയതുണ്ടാക്കുന്നു. എന്താ ന്യായം? ഹിക്മത്താണത്രേ.
ഹിക്മത്താണ് അത്ര ന്യായം. എന്ത്? ആ ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിദിനം എന്തിനാ, റസൂലിന്റെ ജന്മദിനം എന്തിനാ ആഘോഷിക്കുന്നത്? ജന്മദിനാഘോഷത്തെ മുജാഹിദികൾ എതിർക്കുന്നു. എന്താ കാരണം? ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ മാസത്തിനോ റബീഉൽ അവ്വൽ 12-നോ പ്രാധാന്യം നൽകിക്കൊണ്ട്, പ്രത്യേകത നൽകിക്കൊണ്ട് ഒരാചാരം പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് അങ്ങനെ ഒരു ആചാരം പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടോ? സ്വഹാബത്തിന്റെ കാലത്തുണ്ടോ? അതല്ലേ അഹ്ലുസ് സുന്ന വൽ ജമാഅ സുന്നി അഫ്കാർ എന്ന പ്രസിദ്ധീകരണമാണ് ഞാൻ വായിക്കുന്നത്. എന്താ അതിൽ എഴുതിയത്? ഇമാം നവവിയുടെ വന്യഗുരുനാഥനും പ്രസിദ്ധ പണ്ഡിതനുമായ ഇമാം അബൂശാമ പറഞ്ഞത് ഇപ്രകാരം സംഗ്രഹിക്കാം. വർഷം തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും സന്തോഷ പ്രകടനങ്ങളും അലങ്കാരങ്ങളുമെല്ലാം നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും നല്ല പുത്തനാചാരങ്ങളാണ്. 1999 ജൂൺ 23 സുന്നി അഫ്കാർ ഇതൊക്കെ എപ്പോഴുണ്ടായതാ? ഇമാം അബൂശാമ പറയുന്നു നമ്മളെ കാലത്തുണ്ടായതാണ്, റസൂലിന്റെ കാലത്തുള്ളതല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് സഹാബത്തിന് മനസ്സിലായില്ലേ? റസൂലുള്ളാഹിയെ സ്നേഹിക്കണമോ വേണ്ടയോ എന്നതല്ല തർക്കം. മറിച്ച് റബീഉൽ അവ്വൽ മാസത്തിന് പുണ്യം നൽകിക്കൊണ്ട് അത് എന്റെ ജന്മമാസമാണ്, ഞാൻ ജനിച്ച ദിവസം അതിലുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആചാരം സംഘടിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചോ? സഹാബത്തെ അങ്ങനെ ആഘോഷിച്ചോ? ഉണ്ടെങ്കിൽ അത് സുന്നത്ത് ജമാഅത്താണ്. ഇല്ലാത്ത കാലത്തോളം അത് സുന്നത്ത് ജമാഅത്തായി അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നബിദിനാഘോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും അങ്ങനെ റസൂലിനെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് സുന്നികൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ മുജാഹിദുകൾ ബിദ്അത്ത് എന്ന് മാത്രമേ പറയുള്ളൂ, ബിദ്അത്തിന് ഹസന എന്ന് മുജാഹിദുകൾ പറയില്ല എന്നാണ്. ബിദ്അത്തിന് ഹസന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല എന്ന് തന്നെയാണ് ബിദ്അത്തിന് ഹസന എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇപ്പോ ചില മുസ്ലിംമാര് നബിദിനം കഴിക്കാൻ വേണ്ടി ഖുർആനിന്ന് തെളിവോതാറുണ്ട്, അതേപോലെ തന്നെ ചില ഹദീസുകൾ പറയാറുണ്ട്. എന്നാ പൂർവികന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് എന്താ? ഇത് ആഘോഷിക്കണമെന്ന് പറഞ്ഞ ആളുകളൊക്കെ പറഞ്ഞത് എന്താ? ബിദ്അത്തിന് ഹസന, പുത്തനാചാരം. ഖുർആനിൽ തെളിവുള്ള കാര്യം ബിദ്അത്തിന് ഹസനത്താകുമോ? നമ്മൾ ആലോചിക്കണം, പണ്ഡിതന്മാരോട് ചോദിക്കണം. ഖുർആനിൽ തെളിവുണ്ട് എന്നാണ് ഇവർ പറയാറുള്ളത്. അതേപോലെ തന്നെ ഹദീസുകളിൽ നബിദിനം ആഘോഷിക്കാൻ തെളിവുണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഖുർആനിലും സുന്നത്തിലും തെളിവുള്ള ഒരു കാര്യം എങ്ങനെ ബിദ്അത്തിന് ഹസനത്താകും? അത് സുന്നത്താകണ്ടേ, നസ്സ് കൽപ്പിക്കുന്ന കാര്യമാകണ്ടേ? എന്നാൽ അങ്ങനെയില്ല. അതുകൊണ്ടാണ് അവര് പറഞ്ഞത് ബിദ്അത്തിന് ഹസന, പുത്തനാചാരമാണ്. അങ്ങനെ ഒരു ആചാരം ദീനിൽ ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? അങ്ങനെ നബിദിനം ആഘോഷിക്കാൻ എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാന്റെയും ബാപ്പാന്റെയും ഒക്കെ പേര് കുട്ടികളെ പഠിപ്പിക്കാൻ പണ്ഡിതന്മാര് കണ്ടെത്തിയ ഹിക്മത്താണ് അത്. അത്ര ഹിക്മത്തുകൾക്ക് ദീനിൽ സ്ഥാനമുണ്ടോ? ഈ ഇസ്ലാമിൽ ഒരാൾ എന്തൊക്കെ പഠിക്കണം, മനസ്സിലാക്കണം എന്ന് അറിയാവുന്നവനാണ് പടച്ചതമ്പുരാൻ. അത് അറിയാനും പഠിക്കാനുമുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. അള്ളാഹുവിന്റെ റസൂൽ അത് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇനി നമ്മളെ വകയിൽ ഒരു ഹിക്മത്ത് ഉണ്ടാക്കണം, അതിനുവേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതല്ല, മുസ്ലിയാർ തന്നെ അത് ഹിക്മത്താണെന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുക. നോക്കൂ, നിങ്ങൾ നബിദിന മാസമെത്തുമ്പോ റബീഉൽ അവ്വൽ മാസമെത്തുമ്പോ മുസ്ലിമീങ്ങൾ ആചരിക്കുന്നു റസൂലുള്ളാഹിന്റെ സന്തോഷം പറയാനാ, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാനാ, റസൂലുള്ളാഹിന്റെ മദ്ഹ് കീർത്തനങ്ങൾ പറയാൻ വേണ്ടി 5 വയസ്സുള്ള കുട്ടിക്ക് വരെ നബി ജനിച്ചിട്ട് ഇന്നേക്ക് എത്ര വർഷമായി എന്ന് പറയാൻ അറിയാം. അതുപോലെ 5 വയസ്സെത്തിയ കുട്ടിക്ക് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉപ്പന്റെയും ഉമ്മന്റെയും പേരുകൾ അറിയാം. അവിടുന്ന് മറപാടപ്പെട്ട മദീന അറിയാം, അവിടുന്ന് ജനിച്ച മക്കയെ അറിയാം, അവിടുത്തെ നുബുവത്ത് ലഭിച്ച വർഷം അറിയാം. കാരണം നബിദിനത്തിന് പാട്ടുപാടിയ അനുഭവമുണ്ട്, പാട്ടിലൂടെ അത് പഠിച്ചിട്ടുണ്ട്. ഇത്ര നല്ല ഹിക്മത്തുകളാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ ഇതിലൂടെയൊക്കെ കണ്ടത്. ഇത്ര നല്ല ഹിക്മത്തുകളാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ ഇതിലൂടെയൊക്കെ കണ്ടത്. ഇത്ര നല്ല ഹിക്മത്തുകളാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ ഇതിലൂടെയൊക്കെ കണ്ടത്. അപ്പോ ജമാഅത്തിന്റെ ഉലമാക്കള് ഹിക്മത്ത് കണ്ടതാണ് അത്രേ കുട്ടികൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഹിക്മത്ത് ഇതിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയോ? ദീനിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്? അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കണ്ടേ? അള്ളാഹുവിന്റെ പേരുകൾ, അസ്മാഉൽ ഹുസ്ന എന്നറിയപ്പെടുന്ന പേരുകൾ
അത് പഠിക്കാന് വേറൊരു കൂട്ടർ ഹിക്മത്ത് ഉണ്ടാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സഹാബത്ത് പഠിച്ചതുപോലെ ഒന്നും ഇന്നത്തെ ആളുകളെ പഠിക്കാൻ കിട്ടൂല. അപ്പൊ അതിനൊരു ഹിക്മത്ത് കണ്ടെത്തി. എന്താ ഹിക്മത്ത്? ആ ഹിക്മത്ത് നമുക്ക് പറ്റുമോ നമ്മൾ ആലോചിക്കണല്ലോ. കൂട്ടത്തിൽ അതില് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്ർ കൂടി പഠിപ്പിക്കണം. നമുക്കറിയാലോ, നിസ്കാരം കഴിഞ്ഞാൽ ചില പള്ളികളിൽ നിന്നൊക്കെ ആളുകൾ വേഗം എഴുന്നേറ്റും. സുന്നിയുടെ പള്ളി, മുജാഹിദുകളുടെ പള്ളി ഒക്കെ അങ്ങനെയാണ്. ചെറുപ്പക്കാർ എത്ര ആളുകൾ ഉണ്ടാവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ചെല്ലുന്നത്. അപ്പൊ ഒരു മുസ്ലിയാർക്ക് തോന്നി നല്ലൊരു ഹിക്മത്ത് എന്താണ്, ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന പാട്ടിലുള്ളതുപോലെ ചെറുപ്പക്കാരെ സുബ്ഹാനല്ലാഹ് എല്ലാം പഠിപ്പിച്ചാൽ, അൽഹംദുലില്ലാഹ് എല്ലാം പഠിപ്പിച്ചാൽ, അല്ലാഹു അക്ബർ എല്ലാം പഠിപ്പിച്ചാൽ ആളുകളെ കിട്ടും എന്ന് ബോധ്യപ്പെട്ടാൽ അത് നടപ്പിലാക്കാൻ പറ്റുമോ? ആദ്യം നമ്മളൊന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് പരിശോധിക്കാം. لا إله إلا هو الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الرزاق الفتاح العليم هو الله الذي لا إله إلا الله هو الرحمن الرحيم سبحان الله الحمد لله الله سبحان الله الحمد لله الله. അപ്പോ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന നേരം മുസ്ലിയാരോട് എഴുന്നേറ്റ് നിന്ന് മിമ്പറിന്റെ അടുത്ത് നിന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ ചൊല്ലിക്കൊടുക്കാൻ തുടങ്ങിയാൽ ആ ചെറുപ്പക്കാർക്കൊക്കെ തോന്നുന്ന തരക്കേടില്ല. അതുപോലെ ഇപ്പൊ ഹദ്ദാദ് റാത്തീബ് എല്ലാം എത്ര ആളുണ്ടാവും, കുട്ടികളൊക്കെ കുറവല്ലേ. അപ്പൊ ഹദ്ദാദ് റാത്തീബ് ഒക്കെ ഇങ്ങനെ ഒന്ന് സംഗീതവൽക്കരിച്ചാൽ ആളെ കിട്ടും എന്ന് വിചാരിച്ചാൽ പറ്റുമോ? സുബ്ഹാനല്ലാഹ് അങ്ങനെ ചൊല്ലിക്കൊടുക്കാൻ പറ്റുമോ? എന്തിന്? ഇതൊക്കെ നമ്മളെ പണ്ഡിതന്മാര് കണ്ടെത്തിയ ഹിക്മത്താണ് എന്ന് പറഞ്ഞാൽ അത് ദീനാകുമോ സഹോദരന്മാരെ? അത് സുന്നത്ത് ജമാഅത്താകുമോ? അതാ നമ്മൾ ആലോചിക്കേണ്ടത്. ആരാ സുന്നത്ത് ജമാഅത്ത് എന്ന്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ പൂർത്തിയാക്കി തന്ന ദീനുണ്ടല്ലോ, അതിൽ തൃപ്തിപ്പെടുകയല്ലേ നമ്മൾ വേണ്ടത്. അതാ നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്ർ, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. ഞങ്ങളിതാ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ റബ്ബാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആ റബ്ബാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്, ആ റബ്ബാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നത്, ആ റബ്ബാണ് ഞങ്ങൾക്ക് എല്ലാം നൽകുന്നത്, ആ റബ്ബാണ് ഞങ്ങൾക്കെല്ലാം തടയുന്നത്. അതുകൊണ്ട് ആ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ എന്ന്, ആ റബ്ബിന് മാത്രമേ ഇബാദത്ത് അർപ്പിക്കുകയുള്ളൂ എന്ന് ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു എന്നല്ലേ നമ്മൾ പറയുന്നത്. തീർന്നില്ല. വബിൽ ഇസ്ലാമി ദീനാ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു പൂർത്തിയാക്കിയ ദീനുണ്ടല്ലോ, ആ ദീന് ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്താ ദീനിനെ പറ്റി പണ്ഡിതന്മാര് പറഞ്ഞത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വമാലം യകുൻ യൗമഇദിൻ ദീനൻ വലാ യകൂനു യൗമ ദീനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീനായി പഠിപ്പിക്കപ്പെടാത്ത ഒരു കാര്യം വലാ യകൂനു യൗമ ദീനാ, അത് ഇന്നത്തെ കാലത്ത് ദീനാവുകയില്ല എന്നാണ്. ഈ നബിദിനം അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പഠിപ്പിക്കപ്പെട്ടതല്ല, അന്നത്തെ കാലത്ത് ദീനായതല്ല. എന്ത് ഹിക്മത്ത്! ഈ കാലത്ത് ആര് കണ്ടെത്തിയാലും ഏത് കാലത്തുള്ളവരുണ്ടാക്കിയാലും അത് അംഗീകരിക്കേണ്ട ബാധ്യത സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്നവർക്കില്ല. ഇങ്ങനെ പല കാലത്തും പലർക്കും പലതും തോന്നാൻ തുടങ്ങി. ചില ആളുകൾ റസൂലിനെ മദ്ഹ് ചൊല്ലുന്നതിന് പുതിയ രൂപമുണ്ടാക്കി. ആരാ ഉണ്ടാക്കിയത് എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ആ ഉണ്ടാക്കിയവരുടെ രൂപം തന്നെ നിങ്ങൾ കാണുന്നതാണ്. അവരുടെ കോലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് ബോധ്യപ്പെടും. مولاي صل
وسلم دائما أبدا على حبيبك خير الخلق كلهم قدمته بمديح أستقيل به ذنوب عمر مضى في الشعر والخدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لله محتسب يستوب مستغفر للكفر مستجيب مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم حميهم الجبال فسل عنهم مصاصمهم ماذا راوا منهم في كل مصدم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم فسل غنينا وسل بدرا وسل أحدا فصول ذات لهم أدهى من المقام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم المسدر البيض حمرا بعدما طردت من الحدى كل مثبت من الإمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم